പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ക്രിസ്തുവേശിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജി ബ്രദർ, കൂടി വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വചന പഠന വിഷയം അത് പ്രാർത്ഥനയുടെ മർമ്മങ്ങളാണ്. പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് ദൈവം അടിയനെ വെളിപ്പെടുത്തിയത്, അടിയനെ ഏൽപ്പിച്ചതാണ് ഞാൻ പകർന്ന് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കവർ ചെയ്ത മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ആ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ആ നാമത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സർവ്വ നാമത്തിന് മേലായ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ദൈവത്തിൻ്റെ രാജ്യം, ആ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ആ സിറ്റിസൺ ആണ് നമ്മൾ. ആ രാജ്യത്തിൻ്റെ ആ യഥാർത്ഥമായ കാഴ്ചപ്പാടുകൂടി അതിപ്പോൾ തന്നെ തുടങ്ങും. നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു രാജ്യത്തിലാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ഒരു നമ്മുടെ വാല്യൂ നമ്മൾ അറിയണം, അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ നമ്മൾ പിന്നെ പഠിച്ചൊരു കാര്യമാണ് അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം, ആ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാം എന്നുള്ള വലിയ അഷുറൻസ്, വലിയ ഉറപ്പ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ ഔട്ട്പുട്ട്, ആ ഇഷ്ടം അതേ നോക്കേണ്ട പോലെ നോക്കിയാൽ, അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാൽ നമുക്ക് അവൻ ഓഫർ ചെയ്തിരിക്കുന്നത് ആ ഒടുക്കത്തെ നാളിലുള്ള ഉയർപ്പാണ് അവൻ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പിതാവിൻ്റെ ഇഷ്ടമെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്തത്. ദൈവത്തിൻ്റെ ഈ പ്രാർത്ഥനയുടേതായ ഈ മർമ്മങ്ങൾ അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥമായി ദൈവമേ അങ്ങയുടെ സത്യം എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ പരിജ്ഞാനം എന്നെ ധരിപ്പിക്കണമേ, ജ്ഞാനം ധരിപ്പിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അധികമായി അത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ ഒരു പക്ഷേ എനിക്ക് വെളിപ്പെട്ട കാര്യമാണ് ഞാൻ പ്രസ്താവിച്ചത്. ഇതിനകത്ത് തന്നെ നമ്മൾ ഈ കവർ ചെയ്ത കാര്യം വളരെ ഫർദറായിട്ട് ഡീപ്പാണ്. ഒരുപക്ഷെ ഞാൻ ഐ എം നോട്ട് വർത്തി ഇനഫ് ടു റിസീവ് ദ റിമൈനിങ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൻ്റെ ആ മർമ്മങ്ങൾ ഇപ്പോൾ നിലവിൽ ഞാൻ അതിനുള്ള പാകമായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതിന് ഇനിയും സമയമെടുക്കുമായിരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെതായ വചനം, ഓരോ വാക്യവും അത് വളരെ ഡീപ്പാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് മത്തായി സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 6:11. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അടുത്ത മുഖ്യ ഘടകം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ഓരോരുത്തരും പല ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കണം, മസ്റ്റായിട്ട് അവതരിപ്പിക്കണം. നമ്മൾ ഒത്തിരി ആവശ്യക്കാരാണ്. നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളുണ്ടാവാം, നമ്മുടെ ആരോഗ്യപരമായ വിഷയമുണ്ടാവാം, കുഞ്ഞുങ്ങളുടെ വിഷയമുണ്ടാവാം, സമാധാനത്തിൻ്റെതായ കാര്യമുണ്ടാവാം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻസ് നമുക്കുണ്ട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അനവധി ആവശ്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ കൂട്ടുസഹോദരങ്ങൾക്ക് ആവശ്യമുണ്ട്, കുടുംബത്തിന് ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്, നമ്മളറിയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥനയിലൊക്കെയും നമ്മൾ പല രോഗികളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, പല പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ വളരെ അധികമായ കാര്യത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഫർദറായിട്ട് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ധാരണ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച, കഴിഞ്ഞ ആഴ്ചകളിൽ പഠിപ്പിച്ച ഈ
ആവശ്യങ്ങളുടെ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മളെ പുതിയൊരു തലത്തിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യുന്നതുമായ ചില വചന മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ അറിവിൻ്റെ ബേസിലുള്ള പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥമായ കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം, യഥാർത്ഥമായ ആവശ്യങ്ങളെ പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു പാകത്തിനുള്ള ആ ശക്തമായ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ഈ വചനമർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി നമുക്ക് 121 സങ്കീർത്തനത്തിലോട്ട് തന്നെ പോകാം. നമ്മുടെ ഈ പഠന സമയത്ത് പലപ്പോഴും ആ 121 സങ്കീർത്തനത്തിൽ നമ്മൾ പോയായിരുന്നു. വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം. 121 സങ്കീർത്തനം 2 മുതൽ, അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ വായിച്ചോ. ആദ്യം 1 മുതൽ അവസാനം വരെ ഒന്ന് വായിക്കാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പലർക്കും കാണാതെ അറിയാവുന്ന, നമ്മളെപ്പോഴും നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. പ്രത്യേകിച്ച് 3-ാം വാക്യം. 3-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. ഇനി 7-ാം വാക്യം നോക്കി, യഹോവ ഒരു ദോഷവും തട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഈ ഇംഗ്ലീഷിൽ ദ ലോർഡ് വിൽ പ്രൊട്ടക്ട് യു ഫ്രം ഓൾ ഈവിൾ, ഹി വിൽ കീപ് യുവർ സോൾ. ഹല്ലേലൂയ. ഇവിടെ ദൈവം 7-ാം വാക്യത്തിൽ ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് ഹല്ലേലൂയ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നു. ദൈവത്തിന് നമ്മുടെ സോളിനെ കീപ്പ് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രിയ ദൈവമക്കളെ, യേശു തന്നെ പുതിയ നിയമത്തിൽ പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങൾ ഈ കാണുന്നതൊക്കെയും നേടി, സർവ്വഭൂമിയും സർവ്വലോകവും നേടിയാലും നിങ്ങളുടെ സോളിനെ നഷ്ടമാക്കുന്നതെങ്കിൽ എന്ത് പ്രയോജനമെന്ന് പഠിപ്പിച്ച യേശു ആ ഒരു ആസ്പെക്റ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ, ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? നമ്മൾ എന്തിനാ ഈ പാടുപെട്ടി ബൈബിൾ സ്റ്റഡിയും ഈ വചനത്തിന്റെ ഈ സിസ്റ്റത്തിലായിരിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ സോൾ നഷ്ടപ്പെടരുത്. നമ്മുടെ സോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന, അവന് സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, ബോഡിയുണ്ട്. ബോഡി നശിച്ചു പോകും, സ്പിരിറ്റ് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകും. സോളാണ് പിന്നെ നിലനിൽക്കുന്നത്. അത് അടുത്ത സ്ഥലത്തിലോട്ട് പോകും. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞ ആസ്പെക്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മുടെ ലൈഫ്, നമ്മുടെ അവസാന ബ്രത്ത്, അവസാന ശ്വാസം എടുത്തിട്ട് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഫുൾ കോൺഷ്യസിലുള്ള ഒരു സാധനമാണ് സോള്. ആ സോളിനെ രക്ഷിക്കാനാണ് നമ്മൾ ഈ പാടൊക്കെ പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ എഴുതിയേക്കണേ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ സോളിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇതിന് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മർമ്മം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കുന്നു, പരാജയപ്പെട്ടു പോകുന്നു. നമ്മൾ തന്നെ പല കാര്യങ്ങൾ, നമുക്ക് വചനത്തിന്റെ നമുക്കുള്ള അറിവിൽ വെച്ച് പല കാര്യങ്ങൾ നോക്കുന്നു. ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്നു, ചിലപ്പോൾ നമ്മൾ ജയിക്കുന്നു. പലപ്പോഴും സാത്താൻ അതിന്മേല്, സാത്താൻ എന്താണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? സാത്താന്റെ ഒബ്ജക്റ്റീവ് എന്താ? സിമ്പിൾ, ഈ സോളിനെ നശിപ്പിക്കണം. എങ്ങനെയെങ്കിലും സോളിനെ എത്തേണ്ട സ്ഥലത്ത് എത്താതെ ആ സാത്താന്റെ കൂടെ നിത്യ നരകത്തിലോട്ട് കൊണ്ടുപോകാനാണ് സാത്താൻ നോക്കുന്നത്.
അങ്ങനെ ഇരിക്കെ ദൈവം ഇവിടെ ഓഫർ ചെയ്യുന്നതാണ്, എന്റെ ദൈവത്തിന് നമ്മുടെ സോളിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ എന്താ പറയണേ? നമ്മുടെ കാൽ വഴുതാതെ ദൈവത്തിന് നമ്മളെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോ ഒന്ന് ആസ്പെക്ട് ഒന്ന് എടുക്കണേ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്ന ആ സംഭവമാണ് ആ കാല് വഴുതാതിരിക്കുന്നൊരവസ്ഥ. കാല് വഴുതിപ്പോയാൽ പലപ്പോഴും ദൈവവുമായിട്ട് അകന്നുപോയി, അല്ലെങ്കിൽ സാത്താൻ്റെതായ തന്ത്രങ്ങളിൽ പെട്ട് പലപ്പോഴും പാപത്തില് പിന്മാറ്റത്തിലോട്ട് പോകുന്ന അവസ്ഥയാണ് കാൽ വഴുതുന്ന അവസ്ഥ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ശരിക്കും നോക്കിയേ. ഒരു യഥാർത്ഥമായ ദൈവ പൈതല് ദൈവത്തിന്റെ സന്നിധിയിൽ കാൽ വഴുതാതെ മുതൽ അവന്റെ ജീവിതത്തിലെ ഫുൾ പ്രൊട്ടക്ഷൻ മുതൽ അവന്റെ ജീവിതത്തിലെ ഫുൾ ആവശ്യങ്ങളില് ഇംപ്ലിമെന്റ് ചെയ്തത് മുതൽ അവസാനം അവന്റെ സോളിനെ വരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന കാര്യം വരെ ദൈവത്തിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന് അത് സഹായിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിലോട്ടൊന്ന് എടുക്കണം. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഹല്ലേലൂയ, നമ്മുടെ കാൽ വഴുതുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ഉള്ള സഹായം വേണ്ട രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അതേപോലെ ദൈവത്തിന്റെ ഒരു അൾട്ടിമേറ്റ് സഹായമാണ് നമ്മുടെ സോൾ അവസാനം വരെ പ്രിസർവായി ദൈവം സൂക്ഷിച്ച് അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അതും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാ. പക്ഷേ ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയിലെ അതിന്റെ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം വ്യക്തമായി നമ്മൾ അറിയണം. ഇവിടെ വ്യക്തമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയ ദൈവമക്കളെ, കാൽ വഴുതാതിരിപ്പാൻ നീ ആവശ്യക്കാരനാണോ? നീ ദൈവത്തിൽ നിന്ന് സഹായം ചോദിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിനക്ക് സഹായം ദൈവം തരാൻ തയ്യാറാ. ഓ ജീസസ്. നിന്റെ സോള് ചുമ്മാ അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കണ്ട. ഇത് ഭയങ്കര ഇടുക്കമുള്ള പാതയാണ്. സാത്താന്റെ മെയിൻ ടാർഗറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിന്റെ സോളിനെ കളയാനാ. അങ്ങനെ ഇരിക്കെ നിന്റെ സോളിനെ രക്ഷിക്കണമേ, എന്റെ സോളിനെ നീ പ്രിസർവ് ചെയ്തേ പറ്റൂ ദൈവമേന്ന് ആര് പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ, അവനെ ദൈവം സൂക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷെ സഹായം ദൈവത്തിനോട് ചോദിച്ചെടുക്കണം. ഹല്ലേലൂയ. ഈ കാര്യം ആരും മറന്നുപോലെ. ഹല്ലേലൂയ. ഈ ഒരു കാര്യങ്ങൾ, അതായത് നിന്റെ കാൽ വഴുതുന്നത് മുതൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് മുതൽ നിന്നെ അവസാനമായി നിന്റെ സോളിനെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ വരെ സഹായം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൊവൈഡഡ്. നമ്മൾ ആവശ്യക്കാരനായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യം ദൈവത്തോട് ആത്മാർത്ഥമായി ചോദിച്ചു മേടിക്കണം. ഹല്ലേലൂയ. ചുമ്മാ കിട്ടുന്ന ആരും പ്രതീക്ഷിക്കില്ല. We should be very careful, well aware. Hallelujah. സാത്താന്റെ ടാർഗറ്റ് നിന്റെ സോളാ. ദൈവം അവിടെ പറയുന്നു നിന്നെ സഹായിക്കും, സോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നർത്ഥം. പക്ഷേ നീ ഒരു ആവശ്യക്കാരനാണോ? ഹല്ലേലൂയ. അന്നത്തേക്കുള്ള ആഹാരം നൽകണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ അൾട്ടിമമായ കാര്യമാണ്. ദൈവിക സിസ്റ്റത്തിന്റെ അൾട്ടിമമായ കാര്യം. നമ്മൾ ഒരു പക്ഷേ യഥാർത്ഥമായ ഒരു വിശ്വാസി ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥമായ വിശ്വാസിയാണെങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉള്ള പ്രസൻസ്, ആ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിൽ എപ്പോഴും നിൽക്കുന്ന അവസ്ഥ, ആ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നിൽക്കുന്ന അവസ്ഥ, ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള സ്വരം കേൾക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രൊവൈഡ്. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായി ദൈവത്തോട് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ആവശ്യബോധത്തോടെ, അൾട്ടിമമായുള്ള ആ സോളിന്റെ ആവശ്യം, ഹല്ലേലൂയ,
അത് നഷ്ടപ്പെടാതെ നിർത്തണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന, ആവശ്യബോധം, സഹായ അഭ്യർത്ഥന അപ്പനോട് അഭ്യർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഓ ജീസസ്, ഡെഫിനറ്റ്ലി ഹി വിൽ ഹെൽപ്പ്. ദൈവം ഹെൽപ്പ് ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉള്ള പ്രൊട്ടക്ഷൻ. അത് പലവിധമായ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യം അത് ഉറപ്പായ അത് നിൽക്കേണ്ട പോലെ നിൽക്കണം. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ജോലി, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അത് നടക്കേണ്ടതുപോലെ നടക്കണം. ഹല്ലേലൂയ. നമ്മുടേതായ സമാധാനം, നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടെ ലീഗല്, അതുപോലെ നമ്മുടെ സാമൂഹ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടേതായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കേണ്ടതുപോലെ നടക്കണം. അവിടൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ബൈ ഡീഫാൾട്ടായിട്ട് ദൈവം ഒരു നമ്മുടെ ആവർത്തനം 28 ആ ഒരു കൺസെപ്റ്റ് വെച്ച്, പഴയ നിയമ ഇസ്രായേൽ ആണെങ്കിലും പുതിയ നിയമ ഇസ്രായേലാണെങ്കിലും, ദൈവം നമ്മളെ വിളിച്ചത് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാനാണ്. എഗെയിൻ ഞാൻ പറയുന്നു, അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സംഭവം ഇല്ലാതെ, ചില പരീക്ഷണങ്ങളിലൂടെ, ചില ബുദ്ധിമുട്ടുകളിലൂടെ, ചില സമയം, ചില പീരീഡ്സ് ഒരുപക്ഷെ ദൈവം കടത്തി വിടുമായിരിക്കാം നമ്മളെ പണിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ ലൈഫ് അങ്ങനെ തന്നെ ആകുക എന്നുള്ള പറഞ്ഞാൽ വളരെ വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. ഇൻ കേസ് ദൈവം അങ്ങനെ അറിഞ്ഞ് ആർക്കെങ്കിലും അങ്ങനെ ഒരു കഷ്ടതയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വരം കൊടുത്താൽ, അവൻ്റെ വരാനുള്ള അല്ലെങ്കിൽ അവൻ്റെ പ്രതിഫലം അതിഭയങ്കരമായിരിക്കും. പക്ഷെ ഇവനെ സംബന്ധിച്ച് നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ലേഖനങ്ങൾ ഒക്കെ നമ്മൾ എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാര്, അവർ പല കഷ്ടത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയെങ്കിലും ഏതെങ്കിലും കഷ്ടമോ നിരാശയോ ആ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും നിരാശയോ, എന്തെങ്കിലും ഒരു പരിതാപകരമായ അവസ്ഥയോ, ഈ മാർഗത്തിൽ ഞാൻ പെട്ടുപോയതാണല്ലോ, ഞാൻ അങ്ങ് തളർന്നു പോയല്ലോ, ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ടോൺ നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ? ഏതെങ്കിലും യഥാർത്ഥമായ മിഷണറിയുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ടോ? നോ, കിട്ടത്തില്ല. ഒരു യഥാർത്ഥമായ ഒരു വിശ്വാസിയാണെങ്കിൽ, യഥാർത്ഥമായ ദൈവ പൈതൽ, ദൈവം അലോ ചെയ്തിട്ട് കഷ്ടത്തിലൂടെ കടന്നുപോയാണെങ്കിൽ, ഒരു കാരണവശാലും, കാരണം അവന്റെ ലുക്ക്, അവന്റെ നോട്ടം ഒന്നും ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്ന ആശയം അത് അതിന്റെ നിലവാരത്തിലോട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ഈ യഥാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്ന അവതരണ രീതിയിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണ്. നമ്മളുടെ കൺസെപ്റ്റ്, നമ്മുടെ ആ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ ആ ആത്മീയ നിലവാരം ആദ്യം മുതൽ ഓർക്കണമേ. ദൈവത്തിന്റെ നാമം അറിയുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ. ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആയിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അതേപോലെ ഹല്ലേലൂയ, നോട്ടം, നോക്കേണ്ടതുപോലെ നോക്കല്, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കല്. കഴിഞ്ഞ കാലങ്ങളിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച എല്ലാ ആസ്പെക്റ്റും വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് നമ്മുടെ മറ്റുള്ള വിഷയങ്ങൾ, ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം അവിടെ പ്രവർത്തിക്കും. പക്ഷേ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്ന വിധം, അതിന്റെ അൾട്ടിമമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ, കാല് വഴുതാതെ മുതൽ സോള് പ്രിസർവ് ചെയ്യുന്നവരെ കാര്യം ദൈവത്തിൻ്റെ ഉണ്ട്. അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല. നമ്മൾ ഈ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലായിരിക്കുന്നത് തന്നെ സോള് രക്ഷപ്പെടാനാണ്. യേശു ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഗോഡ് ക്യാൻ കീപ് യുവർ സോൾ, ഹി ക്യാൻ പ്രിസർവ് യുവർ സോൾ, ദെൻ വാട്ട്സ് എ പ്രോബ്ലം? ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആ ദൈവത്തോട് നമ്മുടെ യഥാർത്ഥമായി ക്രിസ്ത്യൻ ലൈഫിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്നോട് ദൈവം വ്യക്തമായി ഇടപെട്ടതാണ്. എൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ 121 സങ്കീർത്തനത്തിലുണ്ട്.
നമ്മൾ യഥാർത്ഥമായ ആവശ്യക്കാരനാണ്. ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കുന്നു, അവതരിപ്പിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ദൈവം അവിടെ അത് പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു നെഹമ്യാവിന്റെ പ്രാർത്ഥനകൾ, ദാനിയേലിന്റെ പ്രാർത്ഥനകൾ, പിന്നെ അതിന് മുമ്പൊക്കെ നമ്മൾ മോശയുടെ പ്രാർത്ഥനകൾ, ഈവൻ ഈ ദാവീദിന്റെ ഒക്കെ പ്രാർത്ഥനകൾ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ആ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വിശ്വാസത്തോടെ കാര്യങ്ങൾ ദൈവം അവർക്ക് നല്ല ഉറപ്പാണ് ഈ കാര്യം നടക്കുന്നത്. പക്ഷേ അവർ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചായിരുന്നു. അവരുടെ അവസ്ഥ അത് വ്യക്തമായി അവതരിപ്പിച്ചായിരുന്നു. മതില് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്രവാസത്തിലിരിക്കുന്ന പാപത്തിൻ്റെതായ അവസ്ഥയിൽ വന്നിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത് എന്ന് ദാനിയേൽ വ്യക്തമായി ആ 9-ാം അധ്യായത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ സങ്കീർത്തനം 41 ദാവീദിന്റെ രോഗാവസ്ഥ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. രോഗാവസ്ഥയെക്കാൾ കൂടുതൽ മറ്റുള്ളവർ ആ രോഗാവസ്ഥയെ നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, അവൻ എപ്പം തീരൂടാ, എപ്പം തീർന്നു പോകുന്നോർത്ത് അവൻ്റെ സ്നേഹിതന്മാർ പോലും അവനെ ദുഷിക്കുന്ന അവസ്ഥ ദാവീദ് അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയണം. ഹല്ലേലൂയ. വ്യക്തമായ ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിപ്പിക്കണം. നമ്മുടെ അവസ്ഥയാണെങ്കിലും മറ്റുള്ളവരുടെ അവസ്ഥയാണെങ്കിലും നമ്മുടെ എന്ത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും ആ പ്രാർത്ഥനാ വിഷയം ദൈവത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു അൾട്ടിമമായിട്ടുള്ള കാര്യം നമ്മൾ എടുക്കുക. നമ്മുടെ അൾട്ടിമമായിട്ടുള്ള സോള് പ്രിസർവ് ചെയ്യാൻ വരെ ദൈവത്തിന് പറ്റും. നമ്മുടെ കാല് വഴുതാതെ മുതൽ സോള് പ്രിസർവ് ചെയ്യാൻ വരെ ദൈവത്തിന് പറ്റുമെങ്കിൽ നമ്മുടെ സകലമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവത്തിന് പറ്റും. ഇത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കണം. ഇതൊരു ഫാക്റ്റാ. എന്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യമാണോ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമാണോ, നമ്മുടേതായ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ആവശ്യങ്ങളാണോ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളാണോ, നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടതാണോ, എന്തു വേണ്ട എല്ലാം ദൈവത്തിന് അത് ഈസിയായിട്ട് ചെയ്തു തരാൻ പറ്റും. പക്ഷേ നമ്മൾ ആവശ്യക്കാരനായിരിക്കണം. ആവശ്യം പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി നമുക്കറിയാകും, നമ്മുടെ ഹൃദയം തുറന്ന് ഇവന് അത് പരിഹരിച്ചു തരാൻ പറ്റും എന്നുള്ള നല്ല ഉറപ്പോടെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആവശ്യക്കാരനായി അങ്ങ് ചെല്ലുമോ? യെസ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ കണ്ടതാണ്. ആ നോക്കേണ്ടതുപോലെ നോക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. യെസ്, ദൈവത്തിന് അത് ചെയ്തു തരാൻ പറ്റുന്നുള്ള ഉറപ്പോടെ അവനെ ഒന്ന് നോക്കുമോ? യെസ്, ദാനിയേൽ നോക്കിയതുപോലെ, യെസ്, ദാവീദ് നോക്കിയതുപോലെ, യെസ് അതുപോലെ ഹല്ലേലൂയ. യെസ്, നെഹമ്യാവ് നോക്കിയതുപോലെ, മോശ നോക്കിയതുപോലെ, യെസ്, അവന്റെ സന്നിധിയിലോട്ട് നോക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആവശ്യങ്ങൾ അവതരിപ്പാൻ പറ്റുമോ? ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി ഇതിന്റെ പുറകിൽ നമ്മുടെ ആവശ്യങ്ങൾ നടപ്പാകുന്നതിന് തടസ്സമായി എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില സാത്താനികമായ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വി ഷുഡ് ബി വെൽ അവെയർ ഓഫ് സച്ച് തിങ്. അതായത് എന്തുകൊണ്ട് നമുക്ക് ഈ അവസ്ഥ വന്നു, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് വിടുതൽ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നം മാറുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ അങ്ങ് ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്ന് ഇത് നമ്മുടെ പ്രാക്ടിക്കലാണ്. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ച് ഒറ്റയടിക്ക് നടന്ന പല കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങളുടെയൊക്കെ രോഗസൗഖ്യം ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ തന്നെ മാറിപ്പോയ ഒത്തിരി അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങൾ നടന്ന കാര്യങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷേ നമ്മൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ യഥാർത്ഥമായി നടപ്പാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പല സാത്താനികമായ സിസ്റ്റങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം
നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങ് പ്രാർത്ഥനയ്ക്ക് അപ്പൊ ഉത്തരം അങ്ങ് കിട്ടിയാൽ നമ്മുടെ വിശ്വാസം ഇങ്ങനെ കൂടി 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 അങ്ങ് വന്ന് സാത്താന് പിന്നെ അവിടെ സാത്താനെ നമുക്കൊട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ സാത്താന്റേതായ സിസ്റ്റത്തെ നമുക്കൊട്ടും വിശ്വാസമല്ലാതെയും ദൈവത്തിന്റെ സിസ്റ്റത്തിൽ ഭയങ്കര വിശ്വാസവുമായി വരില്ലേ സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് കിട്ടുന്നു, പ്രാർത്ഥിക്കുന്നു കിട്ടുന്നു, പ്രാർത്ഥിക്കുന്നു നടക്കുന്നു. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നടക്കും. അത് നടക്കുന്ന ഓഫ് കോഴ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് അതായത് നമ്മൾ ക്രിസ്ത്യൻ ലൈഫിന്റെ തുടക്കത്തിൽ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആ ഉത്തരങ്ങൾ ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും, അല്ലെങ്കിൽ കൂടുതൽ അതായത് സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിന് പകരം ചിലപ്പോൾ സമയമെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എന്താണ് അതിന് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമുക്കതിനു വേണ്ടി യെശയ്യാ പ്രവചനം 49 അധ്യായം 24 മുതൽ താഴോട്ടൊന്ന് വായിക്കാം. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കുമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റിക്കും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നു എന്ന് സകല ജഡവും അറിയും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ വായിച്ച ഈ വേദഭാഗം അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് വരുന്ന, ആ ഒരു അർത്ഥം വരുന്ന കാര്യങ്ങൾ തന്നെ പുതിയ നിയമത്തില് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മത്തായി സുവിശേഷത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം. അത് മത്തായി സുവിശേഷം 12 അധ്യായം 29. അത് 29 വാക്യം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ഓക്കെ, മതി. ഈ മർക്കോസിന്റെ സുവിശേഷം 3:27, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിലും ഈ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും 3 സുവിശേഷങ്ങളിലും വന്നേ? ഹല്ലേലൂയ. അതായത് ഇത് പ്രാക്ടിക്കൽ നമ്മുടെ ആവശ്യങ്ങൾ അത് നിറവേറുന്നതിന് തടസ്സമായി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 25 വാക്യത്തിൽ, എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്ത് കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളോട് പോരാടുന്നൊരു സിസ്റ്റമുണ്ട്. നമ്മുടെ നന്മ തടഞ്ഞു വച്ചിരിക്കുന്ന സിസ്റ്റമുണ്ട്. നമ്മുടെ ആരോഗ്യത്തോട് എതിർക്കുന്ന സിസ്റ്റമുണ്ട്. നമ്മുടെ സമാധാനത്തോട് എതിർക്കുന്ന സിസ്റ്റമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് എതിർക്കുന്ന സിസ്റ്റമുണ്ട്. അങ്ങനെ യെസ് ഹല്ലേലൂയ, പലവിധമായ കാര്യങ്ങള് യെസ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് ആഞ്ഞടിക്കുന്നതിന്റെ പുറകില് ഉള്ള സാത്താനിക ശക്തികളെ യെസ് ഹല്ലേലൂയ നമുക്ക് തച്ചുടച്ച് മാറ്റിയിട്ട് വേണം നമ്മുടെ നന്മ നമുക്ക് എടുക്കാൻ. ഹല്ലേലൂയ. ഓ ജീസസ്. യെസ്, ഇവിടെ മക്കളെ വിടുവിക്കുന്ന കാര്യം പറയുന്നു. മക്കളെ പിടിച്ചു കെട്ടുന്ന അന്ധകാര ശക്തിയെ യെസ് ഹല്ലേലൂയ നമ്മൾ അതിനെ ഓവർകം ചെയ്തിട്ട് വേണം. ഹല്ലേലൂയ. യെസ്. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥമായ ജയം ഉറപ്പാക്കും, നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ. ഹല്ലേലൂയ. അതിനും ഇവിടെ എഴുതിയേക്കുന്ന എന്താ? ഇത് ആര് ചെയ്യുമെന്ന് എഴുതിയേക്കണേ? ദൈവം ചെയ്യും. പക്ഷെ വി ഷുഡ് ബി അവെയർ. നമ്മൾ ഈ കാര്യത്തിൽ അവെയർ ആയിരിക്കണം.
നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തി ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിക്കുമ്പോൾ, ദൈവമേ എന്താണ് പ്രശ്നം? ഹല്ലേലൂയ. ആ ദാവീദ് ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയുന്ന ഈ ദിവസങ്ങൾ ദൈവം പഠിപ്പിച്ച മനസ്സിലാക്കിപ്പിച്ച കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത് വെറുതെ ഒന്നുമല്ല. നമ്മൾ യേശുവിന്റെ സിസ്റ്റം എങ്ങനെയാണ്? നമ്മൾ യഥാർത്ഥമായ യേശുവിനെ കൈക്കൊള്ളുന്നുവെങ്കിൽ, യേശു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ യഥാർത്ഥമായി ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും, നമുക്ക് അറിയാൻ പറ്റും, വി ക്യാൻ ഫീൽ ഇറ്റ്. ഈ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ഇത് വഴി നടത്തിയേ പറ്റൂ. അപ്പോ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പരിശുദ്ധാത്മാവിന്റെ സിസ്റ്റം. സകല സത്യം നടത്തിയേ പറ്റൂ. അപ്പോ നമ്മൾ യഥാർത്ഥമായി എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെ നടക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ പരിശുദ്ധാത്മാവോട് നമ്മൾ കൺസൾട്ട് ചെയ്യണം. ചെയ്തേ പറ്റൂ. നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തന്നെ ബുദ്ധി, മാനുഷിക ബുദ്ധിയിൽ മാത്രം ചിന്തിച്ച് പരിശുദ്ധാത്മാവിലോട്ട് നമ്മളത് പാസ് ഓൺ ചെയ്ത് ഒരു പ്രശ്നം വരുന്നു. പ്രശ്നം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് പരിശുദ്ധാത്മാവിനോട് നടന്ന് നമ്മൾ എക്സസൈസ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നടന്നില്ലെങ്കിൽ സാധാരണ ഇതിൽ അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് അല്ലാന്ന് മാത്രം, നമ്മുടെ തന്നെ ബുദ്ധിയോട്. പക്ഷെ നമ്മുടെ ബുദ്ധിനെ ഇൻഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്ന സാത്താനാണ്. മാനുഷിക ബുദ്ധി, ഫ്ലഷിന്റെ സിസ്റ്റത്തിനെ നമ്മൾ ഫ്ലഷിലോട്ട് മാത്രമാണ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളൊരു ദൈവ പൈതലാണ്. നമ്മൾ യേശുവിനെ യഥാർത്ഥമായി സ്വീകരിച്ച്, യേശുവിൻ്റെ അടുത്ത് നമ്മുടെ പാപങ്ങൾ യഥാർത്ഥമായി കൊടുത്ത് അവൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച യഥാർത്ഥമായ വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ സംവേദിക്കാനുള്ളതാണ്. നമ്മുടെ ചിന്താഗതികൾ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ട്, ദാവീദൊക്കെ അവൻ്റെ റൂഹ എടുത്ത് ദൈവത്തിനെ കൊടുത്തേക്കുക. ഞാൻ എൻ്റെ സ്പിരിറ്റിനെ നിന്റെ തരുന്നു. അതായത് അല്ലെങ്കിൽ നടക്കാൻ പോകണം, നമ്മളത് കൊടുത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവായിട്ട് സംവേദിക്കാൻ നമ്മളെ തന്നെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മളോട് സംവേദിക്കുന്നത് സാത്താനികമായ സിസ്റ്റം ആയിരിക്കും. ഫ്ലഷാണ്, ഫ്ലഷിന്റെ പുറകെ. അതുകൊണ്ടാണ് ഈവൻ പത്രോസിന് പോലും പറ്റിയ കാര്യമാണ്. പത്രോസ്, അതായത് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ പത്രോസ് മനസ്സിൽ പറഞ്ഞോളൂ, ഇത് നടക്കില്ല, ഞാൻ ഇവനെ പറഞ്ഞ് ശരിയാക്കും, ഞാൻ ഇവനെ കൺവിൻസ് ചെയ്ത് ശരിയാക്കും, ശരിയാക്കും എന്ന് പറഞ്ഞ് പത്രോസ് ഇവനെ പറഞ്ഞ് അവസാനം യേശുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് അവനെ അതായത് യേശുവിനെ വചനം പഠിപ്പിക്കാം, അല്ലെങ്കിൽ യേശു പറയുന്ന വചനമാണ്. ആ വചനത്തിന് എഗൻസ്റ്റ് ആയിട്ട് പത്രോസ് അവന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ നടക്കണേ? ഞാൻ ഇവനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒറ്റ ശാസനയാണ് പിന്നെ യേശു അവിടെ ശാസിച്ചേ, സാത്താനെ എന്നെ വിടുവോ. ഈ കാര്യം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവോട് നമ്മൾ സംവേദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളോട് സംവേദിക്കുന്നത് സാത്താനിക സിസ്റ്റം ആയിരിക്കും. അതെപ്പോഴും നമ്മളെ തെറ്റിലോട്ട്, പാപത്തിലോട്ട്, നമ്മുടെ സെൽഫ് ബുദ്ധിയിലോട്ട് നടിക്കുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ടാണ് ഇപ്പൊ ശലോമോൻ തന്നെ എഴുതിയേക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക എന്നാ, അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെടുക. നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് ദൈവ സിസ്റ്റത്തിന് ടോട്ടലി എഗൻസ്റ്റാ. ഇത് വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവുള്ള ആ സിസ്റ്റത്തിൽ, ആ ഒരു നിലവാരത്തിൽ യഥാർത്ഥമായി അനുഭവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യം. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദൈവത്തിന്റെ സിസ്റ്റത്തിന് അനുഭവം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവേദനത്തിലെ നടന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തൊരു ദൈവത്തിന്റെ ഒരു അനുഭവം കിട്ടും, ഒന്നീ വചനത്തിലോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സിസ്റ്റത്തിലോ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംവേദിക്കുന്ന സംവേദനത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വായിച്ച ഈ വചനങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ ബലവാനെ നമ്മൾ ജയിക്കേണ്ടതുണ്ട്. ആ ജയമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ നന്മയെ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സന്നിധി ജാഗരിക്കും. ദൈവം എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു വന്നതാണ്, എന്ത് കാര്യത്തിനും എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു.
അതിനകത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് യെസ് വാട്ട് ഐ ഷുഡ് ഡു, ഹൗ ഐ ഷുഡ് ഡു, അതാണ് ടീച്ചിങ്. എങ്ങനെ അത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവം പറഞ്ഞു തരും, എങ്ങനെ ചെയ്യണം എന്ന് പറയും. ഇനിയും നമ്മൾ പ്രോവർബിലോട്ട് നിന്റെ എല്ലാ വഴികളെയും അവൻ വരമേൽപ്പിക്കുക, അവൻ നിന്റെ പാത നേരെയാക്കും എന്നുള്ള ആ ഭാഗങ്ങളുണ്ടല്ലോ. അതായത് അവിടെ ദൈവം പറയുന്ന നനച്ചുകൊള്ളുക എന്നുള്ള വാക്ക്, അത് ശരിക്കും പറഞ്ഞാൽ യാറ എന്നുള്ള ഹീബ്രു പദമാണ്. അതായത് ദൈവം നമ്മളെ ഓരോരുത്തരെയും വാട്ട് ഐ ഷുഡ് ഡു, അല്ലെങ്കിൽ വാട്ട് ഐ ഷുഡ് ഡു, ഹൗ ഐ ഷുഡ് ഡു, വൈ ഐ ഷുഡ് ഡു എന്ന് ദൈവം പറഞ്ഞു തരും. അത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ നമ്മൾ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ട്, എങ്ങനെ, അതിന് എന്താണ് സൊല്യൂഷൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ബലവാൻ പിടിച്ചു കെട്ടിയതുണ്ടെങ്കിൽ ദൈവം പറയും, ഓ ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരത്തോടെ ചവിട്ടണം. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. പത്രോസിനോട് എന്താ പറയുന്നത്? യെസ്, ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ഓ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, പാതാള ഗോപുരം ജയിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ആ സോളിനെ ടാർഗറ്റ് ചെയ്യുന്ന അന്ധകാര ശക്തി, അത് പ്രശ്നമായിട്ട്, നിന്റെ ആരോഗ്യ പ്രശ്നമായിട്ട്, നിന്റെ മക്കളുടെ പ്രശ്നമായിട്ട്, സാമ്പത്തിക പ്രശ്നമായിട്ട്, നിന്നെ പലവിധ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവൻ വരുവാണെങ്കിൽ, ഹല്ലേലൂയ, ജസ്റ്റ് യൂസ് യുവർ കീ. ഹല്ലേലൂയ. താക്കോൽ വെച്ച് അതിനെ കെട്ടിയേക്കണം. പരിശുദ്ധാത്മാവ് പറയും, കമാൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് കമാൻഡ് ചെയ്തു, അവൻ അവിടെ സ്റ്റോപ്പാ. ഇനി കേസ് ഒരു പക്ഷെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 35 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ കയ്യിലോട്ട് അത് കൊടുക്ക്. അവൻ നിനക്ക് വേണ്ടി അവൻ നിനക്ക് വേണ്ടി പൊരുതും, അവൻ നിനക്ക് വേണ്ടി വാദിക്കും, അവൻ ദുഷ്ടനെ ഓടിച്ചു കളയും. ഹല്ലേലൂയ. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. ആക്ച്വലി പലപ്പോഴും നമ്മളെ ബന്ധിച്ചിരിക്കുന്ന, നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന, നമ്മളെ ഒരു മൂലയ്ക്ക് ഒതുക്കുന്ന അന്ധകാര ശക്തിയുണ്ടോ, ആ ബലവാനെ നമ്മൾ തോപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മത്തായി സുവിശേഷത്തില് ഹല്ലേലൂയ ആ 12-ാം അധ്യായം 29-ാം വാക്യത്തില് ഹല്ലേലൂയ, അത് ശരിക്കും പറഞ്ഞ ഒരു പൈശാചിക മണ്ഡലങ്ങളെ പോരാടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് പറയുന്നത്. പക്ഷേ യെശയ്യാ 41 നമ്മൾ നിങ്ങളുടെ മക്കളെ രക്ഷിക്കുക, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മളെ പല കാരണം കൊണ്ട് അത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ചില പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. ആ പ്രശ്നത്തിന് നമ്മൾ വിടുതൽ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ദൈവം അത് നേടിയെടുത്ത് തരും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹല്ലേലൂയ നമ്മൾ വ്യക്തമായി ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആ ശക്തി നമ്മൾ ധരിച്ച്, അവൻ പറയുന്നത് പോലെ ഞാൻ ഒറ്റയടിക്ക് ശാസിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിച്ച് ദൈവം കറക്റ്റ് റൈറ്റ് മൊമെന്റിൽ ശക്തി തരും, അറ്റാക്ക് ചെയ്തോണം, പിശാചിനെ ബന്ധിച്ചുകൊള്ളണം. അവിടെ എഴുതിയേക്കണ ബലവാനെ പിടിച്ചു കെട്ടാനാണ് യേശു അവിടെ പറയുന്നത്. മത്തായി സുവിശേഷം 12 ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ? അതിന് മുമ്പത്തെ വാക്യങ്ങളൊന്ന് വായിക്കണേ. 28 മുതൽ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യും. കണ്ടോ, ദുഷ്ടപിശാച് പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? അവനെ അങ്ങ് കെട്ടിക്കൊള്ളണം. അവൻ അനങ്ങാമല്ലാതെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കെട്ടുക. അവൻ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുക. നമ്മുടെ ഹല്ലേലൂയ ആക്ടിവിറ്റി, നമ്മുടെ ജയം നമ്മൾ എടുക്കുക. നമ്മുടെ ഹല്ലേലൂയ ആ സമൃദ്ധമായ ജീവിതം യഥാർത്ഥമായി എൻജോയ് ചെയ്യുക. ഈ വചനങ്ങളാൽ ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.